അങ്ങനെ ഹീറോ പിറ്റേന്ന് തന്നെ ആ ഒരു ഫോൺ കൊണ്ടുകൊടുക്കാനായിട്ട് ഹീറോയിന്റെ വീട്ടിലേക്ക് വരുന്നു. പക്ഷെ ഹീറോയിൻ അവനെ അകത്തോട്ടൊന്നും ക്ഷണിക്കുന്നില്ല. എന്നാലും ഇവന്റെ മകള് വന്ന് ഇവനെ അകത്തോട്ട് ക്ഷണിക്കുന്നു. ഉടനെ തന്നെ ഹീറോയിൻ ഇവന് കഴിക്കാനായിട്ട് ഫ്രൂട്ട്സ് ആക്കി കൊണ്ടു കൊടുക്കുന്നു. അത് കണ്ട ഹീറോ അവളോട് നീ ഇതുവരെ എനിക്ക് ഇഷ്ടപ്പെട്ട ഫ്രൂട്ട് ഏതാണെന്ന് മറന്നിട്ടില്ലല്ലേ എന്ന് ചോദിക്കുന്നു. അപ്പൊ ഹീറോയിൻ അവനോട് ഈ ഓറഞ്ച് മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ, അതെടുത്തോണ്ട് വന്നെന്ന് പറയുന്നു. അപ്പോഴേക്കും ആ കൊച്ചുകൂടി ഫ്രിഡ്ജ് തുറന്ന് അല്ലമ്മേ ഇതിൽ ഒരുപാട് ഫ്രൂട്ട്സ് ഉണ്ടല്ലോ എന്ന് ചോദിക്കുന്നു. ഈ പെങ്കൊച്ച് എന്നെ മാനം കളയുമല്ലോ എന്ന് ഹീറോയിൻ അപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നു. അപ്പോഴേക്കും ആ കൊച്ചിന്റെ സഹോദരൻ അങ്ങോട്ടേക്ക് വന്ന് നീ ഇവിടെ നിന്നാ ശരിയാവില്ല എന്ന് പറഞ്ഞ് അവളെ കൂട്ടിക്കൊണ്ടുപോകുന്നു. അവനിക്കാണെങ്കിൽ അവന്റെ അച്ഛനോട് നല്ല ദേഷ്യമാണ്. ഇവർക്ക് സംസാരിക്കാനായിട്ട് ഇവന്റെ അസിസ്റ്റന്റും അവിടെ നിന്ന് മാറി കൊടുക്കുന്നു. അപ്പൊ ഇവൻ അവളോട് ഓരോ കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് വരുമ്പോ വിവാഹിതനാവാൻ പോകുന്ന നിങ്ങളെ എക്സ് വൈഫിനോട് സംസാരിക്കേണ്ട കാര്യമില്ല എന്ന് പറയുന്നു. അപ്പൊ ഹീറോ അവളോട് ഞാൻ ഇനി കല്യാണം കഴിക്കാൻ പോകുന്ന കാര്യം ഒന്നുകൂടി ആലോചിക്കേണ്ടിയിരിക്കുന്നു, നമുക്കിടയിൽ എന്താ സംഭവിച്ചെന്ന് എനിക്ക് കണ്ടെത്തണം എന്നൊക്കെ അവൻ ഇവളോട് പറയുന്നു. അപ്പോഴേക്കും ഇവനിക്ക് ഒരു ഫോൺ കോൾ വരുന്നു. അത് വേറെ ആരും ആയിരുന്നില്ല, ഹീറോയിന്റെ അനിയത്തി തന്നെയാണ്. എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് വരണം എന്നാണ് അവള് പറയുന്നത്. ഇത് കേൾക്കുമ്പോൾ ഹീറോയിന് നല്ല ദേഷ്യം വരുന്നു.